മലങ്കര കാത്തലിക് TV അവതരിപ്പിക്കുന്ന വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാം ചിന്തിക്കുക, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു നമ്മെ രക്ഷിച്ചത്? വാട്ട് ആർ വി സേവ്ഡ് ഫോർ എന്നതിനെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി കണ്ടു, ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു. യേശു രക്ഷിച്ചത് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, ക്രൂശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, രക്ഷാകര സംഭവങ്ങളിലൂടെ നമ്മെ രക്ഷിച്ചു. എന്തിൽ നിന്ന് രക്ഷിച്ചു, എങ്ങനെ രക്ഷിച്ചു എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തിനു വേണ്ടിയാണ് ക്രിസ്തു നമ്മെ രക്ഷിച്ചത്, അല്ലെങ്കിൽ വാട്ട് ആർ വി സേവ്ഡ് ഫോർ, അതൊന്ന് വിശദമാക്കാം. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു നമ്മെ രക്ഷിച്ചത് എന്ന ഈ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ഈ ചോദ്യമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടി തന്നെയാണ്, അനശ്വരതയ്ക്ക് വേണ്ടിയാണ്. ദൈവിക ജീവനിൽ മനുഷ്യൻ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. 2 പത്രോസ് 1:4 നാം കാണുന്നു, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. ഇതാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം. ഇതുകൂടാതെ എഫേസ്യർ 1:4-5 വാക്യങ്ങൾ അത് ബ്രദറൊന്ന് വായിക്കാമോ? തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. വളരെ മനോഹരമായ ഒരു വചനമാണ്. യേശു ക്രിസ്തു വഴി നാം പിതാവായ ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. എപ്പോഴും ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ, നിർമ്മിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു ലക്ഷ്യം നമുക്കുണ്ട്. ഒരു ബിൽഡിംഗ് പണിയാൻ പോവുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു പ്ലാനുണ്ട്. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എത്ര വേണം, എന്തൊക്കെ മറ്റീരിയലാണ് വേണ്ടത്, ആരാണ് അതിനെ ഡിസൈൻ വരയ്ക്കുന്നത്, ആർക്കിടെക്റ്റ്, കോൺട്രാക്ടർ, പണിക്കാർ. ഇനി അത് പണിയാനുള്ള പൈസ എനിക്കുണ്ടോ, എങ്ങനെയാണ് ഈ പൈസ കണ്ടെത്താൻ പോവുക? നമ്മുടെ മനസ്സിലൊരു ചിത്രം ഓൾറെഡി ഉണ്ട്. സർവജ്ഞനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനെ മനുഷ്യന് തൻ്റെ സൃഷ്ടിയായ, തൻ്റെ അനുപമമായ സൃഷ്ടിയുടെ മകുടമെന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, ഒരു ചിത്രമുണ്ട്. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുള്ള ചിത്രം എന്താണ്? അത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തു. അതാണ് എല്ലാം അവനിലൂടെ ഉണ്ടായി, അവന് വേണ്ടി ഉണ്ടായി. അത് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. കൊളോസ്യർ 1 അതിൻ്റെ 15-16 വാക്യങ്ങൾ നമുക്ക് കാണാം. എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന് വേണ്ടിയാണ്, അവനെ മുൻനിർത്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ ലക്ഷ്യം എന്നത് ക്രിസ്തുവായി തീരുക എന്നുള്ളതാണ്. ഗോൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബ്ലൂ പ്രിൻ്റ് ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്ക് മനുഷ്യൻ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ പുത്രനായി ദത്തെടുക്കപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാരണം സ്വഭാവത്താൽ ദൈവത്തിൻ്റെ പുത്രൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. സ്വഭാവത്താൽ ഹി സൺ ഓഫ് ഗോഡ് ബൈ നേച്ചർ. അവൻ ദൈവമായതുകൊണ്ട് സ്വഭാവത്താൽ ദൈവത്തിൽ നിന്നുള്ള ദൈവം അവനാണ്. നമ്മൾ സ്വഭാവത്താൽ ദൈവത്തിൻ്റെ മക്കളല്ല. കാരണം എന്താണ്? നമ്മൾ ദൈവമല്ല. സ്വഭാവത്താൽ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. നമ്മൾ മനുഷ്യരാണ്, ശരീരവും ആത്മാവുള്ള മനുഷ്യർ. നമ്മൾ ദൈവമല്ല. അതുകൊണ്ട് സ്വഭാവത്താൽ ദൈവത്തിൻ്റെ മക്കളല്ല. സ്വഭാവത്താൽ ദൈവത്തിൻ്റെ മക്കളാകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാവുക? അഡോപ്ഷൻ.
ദത്തെടുക്കപ്പെടുക. അത് കൃപയാലാണ് സാധിക്കുക. ഇത് മനസ്സിലാകണമെങ്കിൽ 2 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ നമ്മൾ വായിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ വായിക്കേണ്ടത് ഗലാത്യർ 4 മുതൽ 7, രണ്ടാമതായി വായിക്കേണ്ടത് റോമ 8:15. അത് നമുക്ക് വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഇനി റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായ കാര്യമാണ് നമ്മെ മക്കളായി ദത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനി, ഇതാണ് നമ്മുടെ ഭാഗധേയം. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ തൻ്റെ മകനാകാൻ വേണ്ടി തന്നെയാണ്. സ്വഭാവത്താലെ ആദാം ദൈവത്തിൻ്റെ മകനല്ലാത്തതുകൊണ്ട് ദൈവം ആദാമിനെ തൻ്റെ പുത്രനായി ദത്തെടുക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സഭപിതാവായ വിശുദ്ധ ഐറേനിയൂസ് പറയുന്നു, ഗോഡ് പ്ലേസ്ഡ് ആഡം ഇൻ ദ ഗാർഡൻ. ദൈവം അവനെ തോട്ടത്തിലാക്കി എന്ന വാക്യത്തിലൂടെ ദൈവം അവനെ കൃപയാൽ ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വ്യാഖ്യാനിക്കുന്നു. അതായത് മണ്ണിൽ നിന്ന് മെനഞ്ഞു, അത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തെയാണ്. ജീവശ്വാസം നൽകി, അപ്പോൾ അവൻ ജീവനുള്ളവനായി. അത് മനുഷ്യൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു എന്നതിനെ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ എന്നത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യമാണ്. മനുഷ്യൻ ശരീരവുമാണ് ആത്മാവുമാണ്. ഈ രണ്ടും 2 വിപരീത യാഥാർത്ഥ്യങ്ങളായിട്ടല്ല, പരസ്പര പൂരകങ്ങളായ യാഥാർത്ഥ്യങ്ങളായിട്ട്. എന്നാൽ മനുഷ്യൻ ഒന്നാണ്. മനുഷ്യനിൽ ശരീരവും ആത്മാവും എന്ന 2 തരത്തിലുള്ള വിഭജനം എന്ന രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്. ശരീരവും ആത്മാവും രണ്ടും ഒരേ നാണയത്തിലെ 2 വശങ്ങളെപ്പോലെ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ ഐക്യമായ ഈ സൃഷ്ടി മനുഷ്യനാണ്. എന്നാൽ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ മകനാകാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനാകണമെങ്കിൽ മനുഷ്യൻ സ്വയം വിചാരിച്ചാൽ നടക്കത്തില്ല, അസാധ്യമാണ്. അപ്പം അതിനെന്താ വഴി? ദൈവം തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ മനുഷ്യനെ നൽകുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായി ദത്തെടുക്കപ്പെടുകയാണ്. അതാണ് ദൈവം ആദത്തെ തോട്ടത്തിലാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഐറേനിയോസ് വ്യാഖ്യാനിക്കുന്നു. രണ്ടാമതായി, ആദത്തിന് ദൈവത്തെ കാണാം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം, ദൈവത്തോടു കൂടെ നടക്കാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ആദാം ദൈവവുമായി സംസർഗത്തിലാണ്, കമ്മ്യൂണിയനിലാണ് എന്നതാണ്. ഹീസ് ഇൻ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്, പ്രസാദവരത്തിൻ്റെ അവസ്ഥയിലാണ്. എന്താണ് കൃപാവരം? എന്താണ് ഗ്രേസ്? പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ആത്മാവിൽ വന്ന് വസിക്കുന്നതിനെയാണ് കൃപ എന്നതുകൊണ്ടും ഗ്രേസ് എന്നതുകൊണ്ടും നാം മനസ്സിലാക്കേണ്ടത്. ഈ കൃപ, സാങ്ക്ടിഫയിങ് ഗ്രേസ്, എന്തിനു വേണ്ടിയാണ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നത്? അവനെ തൻ്റെ പുത്രനാകുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ കൃപ നൽകിയിരിക്കുന്നത്. ഇതാണ് ഗ്രേസ് ഓഫ് അഡോപ്ഷൻ, ദത്തെടുക്കപ്പെടൽ ആകുന്ന കൃപാവരം. ഇനി മൂന്നാമതായി, പാപം ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? പാപം ചെയ്തതിന് ശേഷം തങ്ങൾ നഗ്നരാണ് എന്നൊരു ബോധ്യം ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം
ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എന്തോ അവർ നഷ്ടപ്പെടുത്തി. പാപം ചെയ്യുന്നതിന് മുമ്പും അവർ ശാരീരികമായി നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ഈ നഗ്നതയെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അവർ ദൈവത്തിൻ്റെ മക്കളായിരുന്നു. കൃപയുടെ വസ്ത്രമാണ് അവരണിഞ്ഞിരുന്നത്. പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കൃപയുടെ വസ്ത്രം നഷ്ടമായി. അതുകൊണ്ടാണ് അവർക്ക് കുറ്റബോധമുണ്ടാകുന്നത്, നഗ്നതയെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്, പരസ്പരം പഴിചാരുന്നത്, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, പ്രകൃതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. 4 തരത്തിലുള്ള ഒരു അലിയനേഷൻ, തകർച്ച അവിടെ സംഭവിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു, തന്നോട് തന്നെയുള്ള ബന്ധം തകർന്നു, ആദം ഹവ്വ തമ്മിലുള്ള, മനുഷ്യൻ തമ്മിലുള്ള ബന്ധം തകർന്നു, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം തകർന്നു, സർപ്പവുമായി ശത്രുതയിലാകുന്നു. ആടിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് ഇനി ധരിക്കുക. അപ്പം അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു തകർച്ചയാണ് ഈ പാപം സൂചിപ്പിക്കുക. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുത്രത്വം ആദം ഹവ്വയും നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ? 2 തിമോത്തിയോസ് 2:13 നാം കാണുന്നത് പോലെ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഗോഡ് കൻ നോട്ട് ഡിനൈ ഹിംസെൽഫ്. അങ്ങനെ ദൈവം കാലത്തിൻ്റെ സമ്പൂർണതയിൽ തൻ്റെ ഏകജാതനെ അയക്കുന്നു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി മനുഷ്യാവതാരത്തിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ, പീഡാസഹനങ്ങളിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. വാട്ട് നെക്സ്റ്റ്? ഇനി എന്ത് നൽകണം? അവൻ നഷ്ടമാക്കിയ പരിശുദ്ധാത്മാവിനെ നൽകണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൽ വസിച്ചപ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ മകനായി ദത്തെടുക്കപ്പെട്ടത്. ആദം ഹവ്വ അതുപോലെ തന്നെ. അതവർ നഷ്ടമാക്കിയപ്പോൾ അവരുടെ സന്തതികളിൽ ആർക്കും കൃപയുടെ അവസ്ഥയിൽ ജനിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പാപത്തിൻ്റെ അവസ്ഥയിലാണ് ജനിക്കുക. ഇതിനെയാണ് നമ്മൾ ഉത്ഭവ പാപം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്നൊക്കെ വിളിക്കുക. മനുഷ്യവംശത്തിൻ്റെ പിതാവാണ് ആദാം. പാപം മൂലം ആദവും ഹവ്വയും ദൈവകൃപ നഷ്ടമാക്കിയപ്പോൾ അവർക്ക് ജനിക്കുന്ന ഈ എല്ലാ സന്തതികളും കൃപയില്ലാതെയാണ് ജനിക്കുക. അവർ ദൈവത്തിൻ്റെ മക്കളാക്കുന്ന കൃപയില്ലാതെ ജനിക്കുന്ന ഈ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഉത്ഭവ പാപം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. പരിശുദ്ധാത്മാവ് മനുഷ്യന് നൽകപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, മനുഷ്യനിൽ തന്നെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഈ ശുദ്ധീകരണമാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നടക്കുക. ഇനി പരിശുദ്ധാത്മാവിന് നൽകേണ്ടിയിരിക്കുന്നു. അതാണ് പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് മനുഷ്യവംശത്തിന് നൽകപ്പെട്ടത്. അതിലൂടെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ആത്മാവിൽ വന്ന് വസിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഗലാത്യ 4:6-7 റോമ 8:15 നാം കാണുന്നത് പോലെ ഇനി യേശു ക്രിസ്തുവിനെ പോലെ പിതാവായ ദൈവത്തെ ആബ എന്ന് വിളിക്കാൻ മനുഷ്യന് സാധിക്കും. കുറേ എപ്പിസോഡുകൾക്ക് മുമ്പ് നാം ശ്രദ്ധിച്ചിരുന്നു, സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തെ ആബ എന്ന് വിളിക്കുന്നത്. ശിഷ്യർക്കും ദൈവത്തെ ആബ എന്ന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല. യേശു ക്രിസ്തു അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതിന് കാരണം എന്താണ്? ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യനെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ്. മനുഷ്യരെ കൊണ്ട് ദൈവത്തെ ആബ എന്ന് വിളിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് വിളിക്കാനുള്ള സമയമായിട്ടില്ല. ആ സമയം എപ്പോഴാണായത്? പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് പെന്തക്കോസ്തയെ രക്ഷയുടെ ദിവസം എന്ന് നാം വിളിക്കുക. സഭയുടെ സ്ഥാപന ദിവസം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത തിരുനാളിൽ ലുത്തിനിയ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഇനിമേൽ എൻ്റെ ആത്മാവ് മനുഷ്യനിൽ നിലനിൽക്കുകയില്ല എന്ന വിധിവാചകം തിരുത്തിയ ദിവസമാണ് ഇത്. ഉൽപ്പത്തി 6:3 നമ്മൾ കാണുന്നു, ഇനിമേൽ ദൈവത്തിൻ്റെ ചൈതന്യം മനുഷ്യനിൽ നിലനിൽക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ നഷ്ടമാക്കി കഴിഞ്ഞു പാപമൂലം. ദൈവത്തിൻ്റെ ഈ ശിക്ഷാവിധി ദൈവം തിരുത്തിയ ദിവസമാണ് പെന്തക്കോസ്ത. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് മനുഷ്യന് തിരികെ ലഭിക്കുകയാണ്.
അതിലൂടെ അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായി ദത്തെടുക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: എന്തിനു വേണ്ടി രക്ഷ? വാട്ട് ആർ വി സേവ്ഡ് ഫോർ? വി ആർ സേവ്ഡ് ഫോർ ഡിവൈൻ സൺഷിപ്പ്. നമ്മൾ ദൈവപുത്രത്വത്തിന് വേണ്ടിയാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എന്താണ് രക്ഷ? യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിതാവായ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുക എന്നതാണ് രക്ഷ. അച്ഛൻ പറഞ്ഞു നമ്മൾ ദൈവപുത്രരാകുവാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്. അതിനുവേണ്ടിയാണ് ക്രിസ്തു നമ്മെ രക്ഷിച്ചത്. യേശു പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ചതുപോലെ നമ്മളെയും പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ പ്രാപ്തരാക്കുന്നതിനാണ് രക്ഷ പ്രദാനം ചെയ്തത് എന്ന് പറഞ്ഞു. ഇത് സാധ്യമായത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ പെന്തക്കുസ്ത ദിനത്തിലാണ് എന്നും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ സംശയം ഇതാണ്: പെന്തക്കുസ്തായുടെ സമയത്ത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് അവിടെ ഉണ്ടായിരുന്ന ചുരുക്കം ചിലർക്കാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക? അതൊന്ന് അച്ഛൻ വിശദമാക്കാം. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവത്തെ ആബ എന്ന് വിളിക്കാൻ നമ്മളെ കർത്താവ് പ്രാപ്തനാക്കി. അതുകൊണ്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്നാണ് ഗലാത്യ 4:6-7 നമ്മൾ കാണുന്നത്. അവനോട് കൂടെ നമ്മൾ കൂട്ടവകാശി. അവൻ്റെ മാത്രമായിരുന്ന അവകാശം അവൻ നമ്മളുമായിട്ട് പങ്കുവെച്ചു. ഇതാണ് ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് എല്ലാ വ്യക്തികൾക്ക് ഈ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുക? ഇതാണല്ലോ ചോദ്യം. അതിനു വേണ്ടിയാണ് മാമോദിസ എന്ന കൂദാശ കർത്താവ് സ്ഥാപിച്ചിരിക്കുക. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവനോ ശിക്ഷിക്കപ്പെടും എന്ന മർക്കോസ് 16 നമ്മൾ കാണുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന അവസരത്തിലാണ് ഒരു കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. ജനിച്ചു വീഴുന്നത് ഏതവസ്ഥയിലാണ്? ആദത്തിൻ്റെ മകനായിട്ടാണ്, പഴയ ആദത്തിൻ്റെ മകനായിട്ട്. പാപത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. അതിനെയാണ് ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ഉത്ഭവ പാപം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുക? മാമോദിസ കൂദാശയുടെ സമയത്ത് നമ്മൾ പാപത്തിന് മരിക്കുകയാണ്. നമ്മളിലുള്ള പഴയ മനുഷ്യൻ മരിക്കുകയാണ്. അത് റോമ 6:3-6 നമുക്ക് കാണാൻ പറ്റും. നാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന മരണം ഏറ്റുവാങ്ങുന്നു. അതിലൂടെ യേശു ക്രിസ്തുവിനെ പോലെ നമുക്ക് ഉത്ഥാനം ചെയ്യാനും കഴിയുന്നു. യേശു ക്രിസ്തു മാമോദിസ സമയത്ത് എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തു വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോൾ അത് പഴയ ആദത്തിൻ്റെ പാപിയായ മനുഷ്യൻ്റെ മരണമാണ്. അതേ സമയത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് പിതാവായ ദൈവം പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓരോ മാമോദിസ സമയത്ത് എന്താ സംഭവിക്കുക? മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തി ഈ ജലത്തിലുള്ള സ്നാനം സ്വീകരിക്കുമ്പോൾ അവൻ സിംബോളിക്കായി അവനിലുള്ള പഴയ മനുഷ്യൻ മരിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ അവൻ ഉത്ഥിതനായി പുറത്തു വരികയാണ്. പുതിയ മനുഷ്യനായിട്ട് അവൻ ജനിക്കുകയാണ്. ആദ്യത്തെ ആദത്തിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ഇനി അവൻ രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിൻ്റെ വംശത്തിൽപ്പെട്ട പുതിയ മനുഷ്യനാണ്. യേശു ക്രിസ്തു എന്ന രണ്ടാം ആദത്തിലൂടെ പുതിയ മനുഷ്യരാശി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ആദ്യം മരണം സംഭവിക്കണം, പിന്നെ ഉത്ഥാനം സംഭവിക്കും. റോമ 6:3-6 ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. ഒന്ന് വായിക്കാമോ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്തു സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്.
അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്കവിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഓരോ മാമോദീസയിൽ സംഭവിക്കുന്നത്, ജനിച്ചു വീണ പാപത്തിലുള്ള മനുഷ്യൻ, നമ്മുടെ പഴയ മനുഷ്യൻ, അവനോടുകൂടി ക്രൂശിക്കപ്പെടുകയാണ്, മരിക്കുകയാണ്. ആദ്യം മരണം, പഴയ മനുഷ്യൻ്റെ മരണം, അതാണ് മാമോദീസ സംഭവിക്കുന്നത്. രണ്ടാമതായി പുതിയ മനുഷ്യൻ്റെ ജനനം. ഈ പുതിയ മനുഷ്യൻ്റെ ജനനം എങ്ങനെയാണ് സാധിക്കുക? പരിശുദ്ധാത്മാവ് വരണം. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പരിശുദ്ധാത്മാവ് വന്ന് നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്നു. മാമോദീസയിൽ പരിശുദ്ധാത്മ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ പിതാവായ ദൈവം മാമോദീസ സ്വീകരിക്കുന്ന ഓരോ കുഞ്ഞിനെ നോക്കി എന്ത് പറയുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാരണം നാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവനെ പോലെ പുത്രനായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുത്രത്വം അവൻ നമ്മളുമായിട്ട് പങ്കുവെച്ചിരിക്കുകയാണ്. നാം ഇനി പിതാവായ ദൈവത്തിൻ്റെ മകനും യേശു ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായിരിക്കുകയാണ്. അവൻ ആദ്യജാതനാണ്, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അനുജന്മാരാണ്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അച്ഛാ, മാമോദീസായിലൂടെയാണ് നമ്മൾ ഈ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക എന്ന് അച്ഛൻ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു സംശയം, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 16 വായിക്കുന്നുണ്ട്, വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ ജ്ഞാനസ്നാനത്തിന് വിശ്വാസം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അപ്പോൾ ഈ ശിശു ജ്ഞാനസ്നാനത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വിശ്വാസം ഏറ്റുപറയുന്നത്? അപ്പോൾ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞാൽ മതിയാകുമോ? ആ ഒരു സംശയം പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. കത്തോലിക്ക സഭ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിശ്വാസം രക്ഷയ്ക്ക് തീർച്ചയായിട്ട് അനിവാര്യമാണ് എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്, വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. പക്ഷേ ഈ ശിശുക്കളുടെ കാര്യം വരുമ്പോൾ വിശ്വാസത്തോടു കൂടെ തന്നെ മാനസാന്തരവും പ്രായശ്ചിത്തവും വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ഈ അപ്പോസ്തല പ്രവർത്തനം 2:38 നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് പറയുന്നു, നിങ്ങൾ പശ്ചാത്തപിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. വിശ്വാസം, മാനസാന്തരം, ജ്ഞാനസ്നാനം. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ നിഷ്കളങ്കരാണ്, പാപം ചെയ്തിട്ടില്ല. അവർ ജനിക്കുന്നത് ഉത്ഭവ പാപത്തിലാണ്. പക്ഷെ ഉത്ഭവ പാപം അവർ ചെയ്ത പാപമല്ല. ആദത്തിൻ്റെ മക്കളായി ആ സന്താന പരമ്പരയിൽ ജനിച്ചതുകൊണ്ട് അവർ പാപത്തിൽ ജനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉത്ഭവ പാപം കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കിയത്? ദൈവത്തിൻ്റെ മകനായി ദത്തെടുക്കപ്പെടുന്നതിന് ദൈവത്തിൻ്റെ കൃപ, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്നത് അനിവാര്യമാണ്. പരിശുദ്ധാത്മാവില്ലാതെ ജനിക്കുക, ദൈവത്തിൻ്റെ കൃപ ഇല്ലാതെ ജനിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഉത്ഭവ പാപം. അതിന് കുഞ്ഞ് വാസ്തവത്തിൽ കുറ്റവാളിയല്ല, പക്ഷേ അവൻ ജനിക്കുന്നത് കൃപയില്ലാതെയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ സാധിക്കുകയില്ല. മനുഷ്യനാണ്, പക്ഷെ ദൈവത്തിൻ്റെ മകനായിട്ടില്ല. പക്ഷെ കുഞ്ഞിന് വ്യക്തിപരമായ പാപങ്ങൾ, പേഴ്സണൽ സിൻസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം പാപം ചെയ്യണമെങ്കിൽ അറിവുണ്ടാകണം, സമ്മതമുണ്ടാകണം, ബോധമുണ്ടാകണം, മനഃപൂർവ്വം ചെയ്യണം. അതൊന്നും ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ അവർക്ക് മാനസാന്തരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം, പശ്ചാത്താപം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വിശ്വാസം അവരെങ്ങനെയാണ് ഏറ്റുപറയുക? അവർക്ക് എന്താണ് മനസ്സിലാവുക? ഇത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിന് വേണ്ടി നല്ലവരായ മാതാപിതാക്കന്മാർ എല്ലാ തീരുമാനങ്ങൾ സ്വയം എടുക്കുകയാണ്. കുഞ്ഞിൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയല്ല. കുഞ്ഞിന് പാല് വേണോ ചോദിച്ചിട്ടാണോ കൊടുക്കുക? കുഞ്ഞിന് വസ്ത്രം വേണോ ചോദിച്ചിട്ടാണോ കൊടുക്കുക? കുഞ്ഞിന് വൃത്തിയാകണോ ചോദിച്ചിട്ടാണോ ചെയ്യുക? കുഞ്ഞ് അല്പം വളർന്നു കഴിയുമ്പോൾ ഏത് സ്കൂളിലാണ് ചേരേണ്ടത്, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ,
അങ്ങനെ ചോദിച്ചിട്ടാണോ ഒരു നല്ല സ്കൂളിൽ കൊണ്ടുപോയി വിദ്യാഭ്യാസം നൽകുക? അങ്ങനെ കുഞ്ഞിന് വേണ്ടി ഈ കുഞ്ഞ് അത്യാവശ്യം വളർച്ച പ്രാപിക്കുന്നത് വരെയും സ്വയം പര്യാപ്തനാകുന്നത് വരെയും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടാകുന്നത് വരെ മിക്ക കാര്യങ്ങളും മാതാപിതാക്കന്മാർ തന്നെയല്ലേ അവരാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, തീരുമാനമെടുക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ മാതാപിതാക്കന്മാർക്ക് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ എന്താണ്? പരിശുദ്ധാത്മാവാണ്. അത് അവരുടെ അധ്വാനം കൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് ലഭിച്ചതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന് ലഭിച്ചതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നത്, അവർ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നത്. അത് അവരുടെ തീരുമാനമായിരുന്നില്ല. ഏത് മാതാപിതാക്കന്മാർ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഏത് മതത്തിലാണ് ഞാൻ ജനിക്കാൻ പോകേണ്ടത്, ഏത് കുടുംബത്തിലാണ് ഞാൻ ജനിക്കാൻ പോകുന്നത്, നമുക്ക് ആർക്കും തീരുമാനിക്കാൻ കഴിഞ്ഞ കാര്യമല്ല. അതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ദാനം എന്താണ്? ഏറ്റവും വലിയ നന്മ എന്താണ്? കത്തോലിക്ക വിശ്വാസം. അപ്പോൾ അവർ ഈ കുഞ്ഞിന് ഇത് തന്നെ നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ കുഞ്ഞിന് നൽകാൻ കഴിയുന്ന എല്ലാ ദാനങ്ങളിലും എല്ലാ നന്മകളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ കത്തോലിക്ക വിശ്വാസമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വിശ്വാസത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ മാറ്റി നിർത്തണം? ഏറ്റവും ശ്രേഷ്ഠമായ ദാനം പരിശുദ്ധാത്മാവ്. അവന് ബോധമാകുന്നത് വരെ, അല്ലെങ്കിൽ 10-12 വയസ്സ് ആയി അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിന് ലഭിക്കാതെ ഈ കുഞ്ഞ് പാപത്തിൻ്റെ ഈ അവസ്ഥയിൽ, കൃപയില്ലാത്ത അവസ്ഥയിൽ തന്നെ ജീവിച്ചു പോകണോ? ഇത് നല്ലവരായ മാതാപിതാക്കന്മാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ എത്രയും വേഗം ഈ കുഞ്ഞിന് പരിശുദ്ധാത്മാവിന് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവർക്ക് നൽകാൻ കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രം നൽകുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കുഞ്ഞിന് സ്വന്തം അധ്വാനം കൊണ്ട് സാധിക്കുകയില്ല, മാതാപിതാക്കന്മാർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ സഭയിൽ പോകുന്നു, അവർ പള്ളിയിൽ പോകുന്നു. ഈ കുഞ്ഞിന് വേണ്ടി അവർ ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിന് നൽകി ദൈവത്തിൻ്റെ പുത്രത്വം നൽകിയാലും കുഞ്ഞിന് വേണ്ടി അവർ വിശ്വാസം ഏറ്റു പറയും. കുഞ്ഞിനെ ഈ വിശ്വാസത്തിൽ വളർത്തുകയും പിന്നീട് അവൻ സ്വയം തിരിച്ചറിയും, എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് വേണ്ടി എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതായിരുന്നു. അങ്ങനെ ആയിരിക്കണം വളർത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പോപ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ച ദിവസം തന്നെ മാമോദിസ സ്വീകരിച്ച ആളാണ്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ജർമ്മനിയിലാണ് ജനിച്ചത്, ലത്തീൻ സഭയിൽ മാമോദിസയ്ക്ക് വേണ്ടി ഫ്രഷ് വാട്ടേഴ്സ് വാഴ്ത്തുന്നത് ഈസ്റ്റർ വിജിൽ വിശുദ്ധ കുർബാന സമയത്താണ്. അദ്ദേഹം ജനിച്ചത് ദുഃഖശനിയാഴ്ചയാണ്. അതുകൊണ്ട് ദുഃഖശനിയാഴ്ച അന്ന് രാത്രി തന്നെ ഈസ്റ്ററുടെ വിജിൽ കുർബാനയ്ക്ക് അദ്ദേഹത്തിന് ഫ്രഷ് വാട്ടറിൽ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. ഇതിനേക്കാൾ വലിയൊരു നന്മ എന്താണ് ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുക? ഈ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ കൂടാതെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ആദിമസഭയിലാണെങ്കിലും റോമിലെ കാറ്റക്യൂംസ് ഉണ്ട്. അവിടെ കാറ്റക്യൂംസിൽ ആദിമ ക്രൈസ്തവരുടെ കല്ലറകൾക്ക് നമ്മൾ നോക്കുമ്പോൾ 9 മാസം പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞ്, 12 മാസത്തിൽ മരിച്ചുപോയ കുഞ്ഞ്, ആ കുഞ്ഞുങ്ങളുടെ കബറിൽ അവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച കുഞ്ഞാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയ ഫലകങ്ങളുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ് വേണ്ടവർക്ക്. കൊർണേലിയൂസും അവൻ്റെ കുടുംബവും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ കാര്യമൊന്നുമില്ല. ആദിമസഭയിൽ കുഞ്ഞുങ്ങൾ പോലും മാമോദീസ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ശൈശവ മാമോദീസയെ കത്തോലിക്ക സഭ ഈ രീതിയിലാണ് വീക്ഷിക്കുക. ഇതിൻ്റെ ആന്തരിക അർത്ഥം, ഇതിൻ്റെ നന്മ മനസ്സിലാക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുകയും ചെയ്യണം. രക്ഷാകര രഹസ്യങ്ങളുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നാം ഈ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലൂടെ. ക്രിസ്തു എന്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, എങ്ങനെ രക്ഷിച്ചു, എന്തിനു വേണ്ടി രക്ഷിച്ചു, ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എപ്പോഴാണ് രക്ഷ അതിൻ്റെ പൂർത്തീകരണത്തിൽ
നമുക്ക് ലഭിക്കുന്നത്? എന്താണ് മരണാനന്തര ജീവിതം? എന്താണ് സ്വർഗീയ ഭാഗ്യം എന്നതിനെക്കുറിച്ചൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും നന്ദി.